നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന റെയ്ഡ്, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ പാർട്ടിക്കാർ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്തുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായിക്കെതിരാണ് വികാരം, പിണറായിക്കെതിരെ ഇപ്പോഴത്തെ വികാരം തുടരുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന തിയറി കാണാതെ പോകരുത്. കാരണം പിണറായി വിജയൻ CPM-ൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. ആർക്കും പിണറായിയെ കണ്ടുകൂടാത്ത അവസ്ഥയുണ്ടായി. പാർട്ടിക്കാർ ആഞ്ഞുകുത്തിയിട്ടുകൂടിയാണ് LDF 35 സീറ്റിൽ ഒതുങ്ങുന്നത്. പിണറായി പോലും പരാജയ ഭീതിയിൽ നീറിയ സാഹചര്യമുണ്ടായി. CPM-ന്റെ കോട്ടകളായ തളിപ്പറമ്പും പയ്യന്നൂരും വരെ തോറ്റുപോയി. അങ്ങനെ പിണറായി വിരുദ്ധ വികാരം ശക്തമായി നിൽക്കുകയാണ് അന്തരീക്ഷത്തിൽ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായിയെ ഇറക്കിവിടണം എന്ന തോന്നൽ പാർട്ടിക്കാർക്കുണ്ടാവുന്നു. ജനത്തിന് തോന്നലിന് ഫലമുണ്ടായി, പാർട്ടിക്കാരുടെ തോന്നലിന് ഫലമുണ്ടായില്ല. അതുകൊണ്ട് പിണറായി ഒഴിയണമെന്ന വികാരം ശക്തമാണ്. തിരുത്താൻ വേണ്ടി ആളുകൾക്ക് എന്തും വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റികൾ ചർച്ച നടത്തി. ജില്ലാ കമ്മിറ്റികൾ ഏകപക്ഷീയമായി, കണ്ണൂരിലേതടക്കമുള്ള ജില്ലാ കമ്മിറ്റികൾ ഏകപക്ഷീയമായി പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം, റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും രാജിവെക്കണമെന്ന് പറഞ്ഞു. ഇത് തുടരുകയാണ്. ഏരിയ കമ്മിറ്റികളിലേക്ക് ചർച്ച വന്നപ്പോൾ കൂടുതൽ രൂക്ഷമായി, വലിയ പരിഹാസങ്ങളുണ്ടായി. ഈ പിണറായിയും ഗോവിന്ദനും മുമ്പോട്ട് പോയാൽ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് പാർട്ടി പ്രതിസന്ധിയിലാവുന്നത്. പിണറായിക്ക് മാറാൻ പറ്റില്ല, ഗോവിന്ദന് മാറാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റിനും പോളിറ്റ് ബ്യൂറോയ്ക്കും സമ്മതമാണ് അവർ തുടരാൻ. കാരണം പിണറായിയുടെ സൃഷ്ടിയാണ് ഇതൊക്കെ. എന്നാൽ താഴത്തെ തട്ടിലേക്ക് പോകുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഇതാണ് സ്ഥിതിയെങ്കിൽ താഴെ ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയിലും ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ചർച്ച അങ്ങനെ മുമ്പോട്ട് പോയാൽ പാർട്ടി നേതൃത്വം പ്രതിസന്ധിയിലാവും. ഇതിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റെയ്ഡ് ആസൂത്രിതമാണ് എന്ന് ചിലർ പറയുന്ന തിയറി സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരും. സത്യമോ അസത്യമോ അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു തിയറി രൂപപ്പെട്ടു വരുന്നു. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. പിണറായി വിജയൻ ഇന്നലെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ഹൗസ് അറസ്റ്റിന് ശേഷം പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം പിണറായി ഒരൊറ്റ വാക്ക് പോലും BJP-ക്കെതിരെ പറഞ്ഞില്ല. മോദിയെയോ അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവൻ VD സതീശനെയും രാഹുൽ ഗാന്ധിയുമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. മാത്രമല്ല അതിനുശേഷം പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇടുന്നു. പിണറായി വിജയൻ യുദ്ധം ജയിച്ച് വന്ന പോലെ കൈ ഉയർത്തിയൊരു പോസ്റ്റ്. അതിന് കിട്ടിയ ലൈക്ക് നോക്കുക, ഷെയർ നോക്കുക. പിണറായിയുടെ നല്ല കാലത്ത് പോലും ഇത്രയും ലൈക്കും ഷെയറും പിണറായിക്ക് കിട്ടുമായിരുന്നില്ല. ഇപ്പോഴിതാ പിണറായിയെ പിന്തുണയ്ക്കുന്നവർ ഏറെക്കാലത്തിന് ശേഷം എത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പിണറായി എന്ത് പോസ്റ്റ് ഇട്ടാലും അവിടെ തെറിവിളിയായിരുന്നു പാർട്ടിക്കാർ വന്ന്. പിണറായിയുടെ ആരാധകർ നഷ്ടപ്പെട്ടു പോയിരുന്നു. പിണറായി അതുകൊണ്ട് തന്നെ ആരോടും ഒരു അഭിപ്രായവും തോൽവിയെക്കുറിച്ച് പോലും പറഞ്ഞില്ല. എന്നാൽ പിണറായി ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു. അതിശക്തമായി പിണറായിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ? പിണറായിക്ക് നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചു കിട്ടാൻ, ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാൻ, പറ്റിയാൽ ഒരു രക്തസാക്ഷി കൂട്ടത്തെ കിട്ടാൻ, പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെയുള്ള ചർച്ച അവസാനിപ്പിക്കാൻ CPM-ഉം പിണറായിയും തന്നെ ഒരുക്കിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നവരെ എങ്ങനെ തള്ളിപ്പറയാൻ കഴിയും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ ജനവും ആഗ്രഹിച്ചിട്ടും ഇത്തരമൊരു നീക്കം നടത്താതിരുന്നത്? ഈ ചോദ്യം പലരും ഉന്നയിക്കുകയാണ്. ഈ ഗൂഢാലോചന സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് മുൻ BJP-കാരൻ കൂടിയായ കോൺഗ്രസ് MLA സന്ദീപ് G വാര്യരാണ്. സന്ദീപ് എങ്ങനെ എഴുതി? കേരളത്തിലെ ജനങ്ങൾ ചോറുണ്ണുന്നവരാണെന്ന് BJP-യും CPM-ഉം മറന്നുപോകരുത്. സ്വന്തം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വിമർശനങ്ങളുടെ പെരുമഴ ഏറ്റുവാങ്ങി ഒരു കുട പോലുമില്ലാതെ തെരുവിൽ നനഞ്ഞുകുതിർന്ന് നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ. സ്വന്തം അണികൾ പോലും കൈവിടുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ദാ വരുന്നു രക്ഷകൻ, കേന്ദ്രത്തിലെ BJP സർക്കാർ. കൃത്യസമയത്തെ ED ഇറക്കി ഒരു റെയ്ഡ് പ്രഹസനം കളിച്ചതിലൂടെ തകർന്നടിഞ്ഞു നിന്ന പിണറായിക്ക് പാർട്ടിയെ മുഴുവൻ തനിക്ക് പിന്നിൽ അണിനിരത്താനുള്ള സുവർണാവസരമാണ് BJP ഒരുക്കി കൊടുത്തത്. ഇതിനെയാണ് യഥാർത്ഥ ഡീൽ എന്ന് വിളിക്കേണ്ടത്. പിണറായിയുടെ കേന്ദ്രങ്ങളിലും CPM ഓഫീസുകളിലും 4ഉം 3ഉം 7 കേന്ദ്ര സേനക്കാരെയും കാവൽ നിർത്തി ഇന്ന് കാട്ടിക്കൂട്ടിയ റെയ്ഡ് വെറുമൊരു തിരക്കഥ മാത്രമാണ്. അണികളിൽ വീണ്ടും വേട്ടയാടൽ വികാരം ഉണർത്താനും പിണറായിയുടെ കസേര കാക്കാനും BJP ബോധപൂർവ്വം ഇട്ടുകൊടുത്ത ലൈഫ് ജാക്കറ്റാണ്. കേന്ദ്ര ഏജൻസികളെ കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. അണികളെ വൈകാരികമായി ബന്ദിയാക്കി സ്വന്തം വീഴ്ചകൾ മറയ്ക്കുന്ന പിണറായി വിജയന്റെയും അതിന് കുടപിടിക്കുന്ന BJP-യുടെയും അന്തർധാരാ നാടകം ഇന്ന് കേരളം കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രശസ്ത ഗാന്ധിയനായ ഡോക്ടർ MB മത്തായി ഇത് തന്നെയാണ് ചെറിയ വാക്കുകളിൽ കുറിച്ചത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ നഗ്ന ദൃശ്യങ്ങൾ. CPM-ന്റെ കീഴ്ഘടകങ്ങളിൽ പോലുമുള്ള നേതാക്കളും പ്രവർത്തകരും വ്യാപകമായി തനിക്കെതിരെ തിരിയുന്നത് കണ്ട് അസ്വസ്ഥനായി പിണറായി വിജയന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹവും സംഖ്യകളും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമാണ് ED-യുടെ ഇന്നത്തെ പരിശോധനയും തുടർന്നുണ്ടായ സംഘർഷങ്ങളും എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ റെയ്ഡ് കൊണ്ട് പിണറായിയുടെ ജനപ്രതി ഗ്രാഫ് എത്രയാണ് ഉയർന്നു പൊങ്ങിയത്? VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് പിറ്റേ ദിവസം തന്നെ ഈ നാടകത്തിന് തെരഞ്ഞെടുത്തതും ഒരു വെടിക്ക് 2 പക്ഷി എന്ന കണക്കുകൂട്ടലിലാണെന്ന് വ്യക്തമാണ്. ഗൂഢാലോചനക്കാരന് ഇരയും യഥാർത്ഥ ഇര ഗൂഢാലോചനക്കാരനുമായി മാറുന്ന വിചിത്ര കാഴ്ച. ED അയച്ചവരെ പറ്റി പൂർണ്ണ മൗനം. ചീത്ത കേട്ടതാവട്ടെ രാഹുൽ ഗാന്ധിയും സതീശനും. രാഷ്ട്രീയം ക്രിമിനൽ വൽക്കരിക്കുന്നതിന് ഞെട്ടിക്കുന്ന രംഗങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. CPM-ന്റെ രാജസ്ഥാൻ ഘടകം
ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. EDയുടെ ബോർഡ് വെച്ചതിന് കീഴെ VD സതീശനും മോദിയും ഒരുമിച്ച് നിൽക്കുന്നു, അന്തിച്ച് നിൽക്കുകയാണ്. അവിടെ കൈപൊക്കി കൈവീശി പിണറായി വിജയൻ എതിർഭാഗത്ത് നിൽക്കുന്നു. എന്ന് വെച്ചാൽ EDയെയും ഇവരെയെല്ലാം കീഴടക്കുന്ന മഹാനായി പിണറായി വിജയൻ മാറി എന്നർത്ഥം. CPMന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉളുപ്പില്ലാതെ വിടുപണിയെടുക്കുന്ന സ്വയം ബുദ്ധിജീവി നടിക്കുന്ന ഒരു പ്രേംകുമാറുണ്ട്. അയാൾ ഇങ്ങനെ എഴുതി: നന്ദി ED, 1000 നന്ദി. ഇന്നലെ വരെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പിണറായി വിജയൻ ഒന്നും പറഞ്ഞിരുന്നില്ല, മീഡിയയെ കണ്ടിരുന്നില്ല. ഇന്ന് ആവേശഭരിതമായ സഖാക്കളെ നോക്കി മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുന്ന ശക്തനായി പ്രതികരിക്കുന്ന പിണറായി വിജയൻ. ഇന്നലെ വരെ ദിവസവും 3 നേരം മാധ്യമങ്ങളെ കണ്ടിരുന്ന് വിശദമായി സംസാരിച്ചിരുന്ന പൂക്കി CM VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾ പലവട്ടം പിടികൂടിയിട്ടും തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഒരക്ഷരം മിണ്ടാതെ സൈലന്റായി CM VD സതീശൻ. ഷൗക്കത്തിന് ഇറക്കിക്കൊണ്ടുവന്ന് ഗൺമാനെ സസ്പെൻഡ് ചെയ്ത് പോലീസിനെ ആവേശിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന ആഭ്യന്തര ചെന്നിത്തല ഇന്ന് പോലീസുകാർ നോക്കി നിൽക്കെ ED വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തു കൊടുക്കുന്ന നാട്ടുകാർ, പ്രതികളെ വിട്ടുകിട്ടാൻ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ചെന്ന് 3 മണിക്കൂർ കാത്തുകെട്ടിക്കിടക്കുന്ന മൂത്ത പോലീസുകാർ, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന CPM BJP ഡീൽ, ഇന്നലെ മോദിയെ കണ്ട് ഇന്ന് അമിത്ഷായെ കാണുന്ന VD മോഡി ഡീൽ, കൊച്ചിയിൽ നിന്ന് കമാൻഡോ അകമ്പടി വഴി വീട്ടിലേക്ക് പോകുന്ന അകമ്പടി വേണ്ട CM, ED വന്ന് പിണറായിയുടെ വീട് പരതിയാൽ വല്ലതും കിട്ടിയാലോ എന്ന് ചിലപ്പോഴെങ്കിലും ഒരാന്തലുണ്ടായിരുന്ന ചില സാധാരണ സഖാക്കൾ, ഇന്ന് പിണറായി വീട്ടിൽ നിന്ന് സർവ്വതും പരതി ഒന്നും കിട്ടിയില്ലെന്ന് അച്ചടിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന ED, കടുത്ത തോൽവിയിലെ നിരാശയിൽ നിന്ന് സമരഭരിതമാക്കാൻ സഖാക്കൾക്ക് എത്ര കാലം വേണ്ടിവരുമെന്ന് ആലോചിച്ചിരുന്ന ചില നേതാക്കൾ, ഇന്ന് തുടക്കം പിണറായി സഖാവിനെ തൊട്ടു തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ച് നടപ്പിലാക്കി കൊടുത്ത ED. ചാനൽ ചർച്ചകൾ പറഞ്ഞു വിടുന്നെങ്കിൽ നല്ല നേതാക്കളെ വിടണമെന്ന് പറഞ്ഞ പാർട്ടി ബന്ധുക്കൾ, അനുഭാവികൾ. ഇന്ന് ചർച്ചകളിൽ MP രാജേഷ്, P ജയരാജൻ, ശൈലജ ടീച്ചർ, MV ജയരാജൻ. നന്ദി ED, 999 നന്ദി പ്രേംകുമാർ. യഥാർത്ഥത്തിൽ ഈ തിരക്കഥ കൃത്യമായി വ്യക്തമാക്കുകയാണ് പ്രേംകുമാർ. രൂപേഷ് കുമാർ എന്നൊരാളുടെ പോസ്റ്റ് കൂടി വായിച്ചാലേ ഈ ഗൂഢാലോചന സിദ്ധാന്തം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പിണറായി വിജയന് വീട്ടിലും മറ്റ് 12 ഇടങ്ങളിൽ നടക്കുന്ന ED റെയ്ഡുകൾ, വിഷ്വൽ മീഡിയ വാർത്തകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം അതിന് പേരിൽ നടക്കുന്ന ചർച്ചകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ റെയ്ഡ് തീരുന്നതുവരെ ഉണ്ടായ വാർത്താ റിപ്പോർട്ടിങ്ങിലെ വിഷ്വലുകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച ദൃശ്യങ്ങളും വേറിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് വെറും വാർത്താ റിപ്പോർട്ടിംഗ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ ദൃശ്യതയുടെ പുനർനിർമ്മാണം കൂടിയാണ്. യാതൊരു ആൾക്കൂട്ടത്തിന്റെ സ്പെക്ടക്കിളായി മാറുന്നു. പഴയ ഷാജി കൈലാസ്, IV ശശി സിനിമകൾ പോലെ. പിന്നെ കുറച്ച് സിനിമയെക്കുറിച്ചൊരു പാരഗ്രാഫാണ്, ഞാൻ വായിക്കുന്നില്ല. ഇന്നത്തെ വിഷ്വൽ മീഡിയ വാർത്തകളിലെ ടോപ്പ് ആംഗിൾ ഷോട്ടുകളും അതുപോലെയായിരുന്നു. ശരിക്കും ഒരു പാർട്ടിയുടെ ആൾക്കൂട്ടാരവത്തെ ടോപ്പ് ആംഗിളിൽ ഷോട്ടുകൾ നിരന്തരം ദൃശ്യത കൊണ്ടുവരുന്നു. ഇവിടെ ഏറ്റവും രസകരവും ക്യാമറയുടെ രാഷ്ട്രീയം തന്നെയാണ്. എവിടെ എന്ത് കാണിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ കാണിക്കുന്നു എന്നതിനാണ് രാഷ്ട്രീയമായി നിർണായകം. നിലത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്രതിഷേധവും മുകളിൽ നിന്ന് കാണുന്ന പ്രതിഷേധവും 2 തരം രാഷ്ട്രീയ കമ്മ്യൂണിക്കേഷനുകളാണ് സൃഷ്ടിക്കുന്നത്. ടോപ്പ് ആംഗിൾ ആൾക്കൂട്ടത്തിന്റെ കൂടുതൽ അടുപ്പിക്കും, ശരീരങ്ങളെ ഒന്നായി ഒരു രാഷ്ട്രീയ വികാരമായി കംപ്രസ് ചെയ്യും. ഇത് ഒരുതരം ഒപ്റ്റിക്കൽ പൊളിറ്റിക്സ് ആണ്. ക്ലോസപ്പിൽ ബൈറ്റ് എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സെമിയോട്ടിക് ട്രിക്ക് കൂടിയാണ്. ദൃശ്യങ്ങൾ യാഥാർത്ഥ്യത്തെക്കാൾ വലിയ രാഷ്ട്രീയ സത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങും. വെറും 35 സീറ്റ് മാത്രം ജയിച്ച് പൊതുസമൂഹത്തിലും പാർട്ടിക്കുള്ളിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങി നിന്ന പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ വീടിന് മുന്നിലെ ഈ ആൾക്കൂട്ടത്തിന്റെ ടോപ്പ് ആംഗിൾ ഷോട്ടുകൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരു പരിധിവരെ വീണ്ടും ഒരുമിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്ഷീണം, ആഭ്യന്തര അസ്വസ്ഥത, നേതൃവിമർശനം എന്നിവയെ ഒരു വിഷ്വൽ മൊബിലൈസേഷൻ കൊണ്ട് മറികടക്കുന്ന ദൃശ്യ രാഷ്ട്രീയമാണ് ഇവിടെ നടന്നത്. ഇവിടെ ജനപ്രിയത നിർമ്മിക്കപ്പെടുന്നത് സംഘടനാപരമായ വാദങ്ങളിലൂടെ അല്ല, മറിച്ച് വികാരപരമായ ദൃശ്യതകളിലൂടെയാണ്. ഇതിലൂടെ ഇടതുപക്ഷത്തെ ഗ്രസിച്ച ദോഷങ്ങളും തേച്ചു മായ്ക്കപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഇവിടെ നടക്കും. ഇതിലേറ്റവും വലിയ രസം പിണറായി വിജയനോ റിയാസോ വീണ വിജയനോ നേരിട്ട് ഒരു ദൃശ്യതയിലും വരാത്തത് കൂടിയാണ്. പിണറായി വിജയന്റെ വീട് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ സെമിയോട്ടിക് സിമ്പൽ. വീടിന് മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രജകളായ അണികൾ ഇരച്ചു കയറുകയാണ്. യുദ്ധ സിനിമകളിലെ ആരവങ്ങൾ ടോപ്പ് ആംഗിൾ ഷോട്ടുകൾ പോലെ ഒരു വിഷ്വൽ എനർജി അവിടെ നിർമ്മിക്കപ്പെട്ടു. ആ ദൃശ്യതയിലൂടെ ഇടതുപക്ഷം വീണ്ടും ഒന്നിക്കുന്നു എന്ന ഒരു ഇമേജ് കേരളത്തിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു. അതിന് പിറകിൽ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി. അതോടെ ദൃശ്യതയുടെ രാഷ്ട്രീയം പൂർണ്ണമായി. ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയേക്കാൾ അതിനെ മറികടക്കുന്ന വിഷ്വൽ ഇമേജുകൾ കൂടുതൽ ശക്തമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പുതിയ കാലത്തെ ഒരു ദിവസം കൊണ്ട് ഒരു നേതാവ് രാഷ്ട്രീയ ദിശാമാറ്റം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഇത് വെറും സംഘടനാ ശക്തിയല്ല, മീഡിയ സ്പെക്ടക്കിളിൻ്റെയും മാസ് ഇമേജ് പ്രൊഡക്ഷൻ്റെയും അഫക്റ്റീവ് പൊളിറ്റിക്സിൻ്റെയും രാഷ്ട്രീയം കൂടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് പോലും പിണറായി വിജയന് വീടിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നു. ബേക്കറി ജംഗ്ഷൻ എന്ന തിരുവനന്തപുരത്തെ അധികാര സെമിയോട്ടിക്സ് എന്ന സ്പേസിൽ തന്നെയാണ് ഈ സീൻ സെറ്റ് ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. തലസ്ഥാന നഗരിയിലെ അധികാര ദൃശ്യതയെ ഉപയോഗിച്ച് ഒരു ഉപരോധ മനഃശാസ്ത്രം സൃഷ്ടിക്കുന്ന
ബ്രില്യൻസ് അതിലുണ്ട്. നാഷണൽ മീഡിയയ്ക്കും അവിടെ സാധ്യതകളുണ്ട്. വിസ്താര ഭയത്താൽ നിർത്തുകയാണ്. ഇതും ഒരു തിയറിയാണ്. ഈ തിയറികളൊക്കെ ശരിയാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവും.